അച്ഛാ, കുറെ നേരം എന്താ ആലോചിച്ചിരിക്കുന്നേ? ഓണം ഇനി എത്താറായി. ഇത്തവണത്തെ ഓണം എന്താകുമെന്ന് ഒരു പിടിയുമില്ല. ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്ത് പറ്റി? തേങ്ങാക്കൊക്കെ ഇപ്പൊ എന്താ വില? തേങ്ങയില്ലാതെ എന്തെങ്കിലും ഒരു സദ്യവട്ടം ഒരുക്കാൻ പറ്റുമോ? അതിന് മാത്രമാണെങ്കിൽ സമ്പാദ്യം ഇവിടെ ഇല്ലതാനും. തറവാടേ നന്നേ ശോഷിച്ചിരിക്കുന്നു. ആരാ? എവിടുന്നാ? എൻ്റെ പേര് കൃഷ്ണൻ. കുറച്ചകലെ നിന്നാ. കൃഷിപ്പണിയാ. എനിക്ക് ഇവിടുത്തെ ഷീജയെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ധിക്കാരാണോ താനീ പറയുന്നത്? തനിക്ക് ഈ തറവാട്ടിനെ കുറിച്ച് വല്ലതും അറിയോ? വേണ്ട വേണ്ട, വീട്ടിൽ കയറി വന്നവനെ അടിച്ചിറക്കരുത്. നീ അങ്ങ് പോ. കുട്ടിയെ തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് നിന്റെ പേര് ശരിയല്ല, കൃഷ്ണൻ. സെൻസർ ബോർഡോ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്നെ അവരങ്ങ് കട്ട് ചെയ്ത് കളി. എന്റെ മോള് വിധവയായിട്ട് ഉള്ളിൽ കിടക്കേണ്ടി വരും. പിന്നെ കൃഷിക്കാർക്ക് പെണ്ണിനെ കൊടുക്കാൻ താല്പര്യമില്ല. കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ ഒരു 5 ഏക്കർ തെങ്ങിൻ തോപ്പാ. പിന്നെ 1 ഏക്കറിൽ അല്ലറ ചില്ലറ കൃഷികൾ വേറെയുണ്ട്. തെങ്ങിൻ തോപ്പോ? വരൂ, കയറിയിരിക്കൂ. അപ്പോ നല്ല ആദായം കിട്ടുന്നുണ്ടാകും അല്ലേ? അല്ല, മോളെ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ അതോ? അയ്യോ, കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാരെയും അറിയിച്ച് ഘോഷമായി നടത്തണ്ടേ. എന്താ ഒരു കാര്യം ചെയ്യും, മോൻ പോയി അച്ഛനെയും അമ്മയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് വാ. ചിന്തൂരപ്പൊട്ടിട്ട് ഒരു പൊൻവള കയ്യിലണിഞ്ഞ് ചില്ലൂലും പൂമ്പട്ടും മേൽ ചാർത്തി മൂവന്തിക്കോലായിൽ കൃഷ്ണ, ഓണം അടുത്ത് വരുമല്ലേ? എന്താ അടുത്ത തവണ വരുമ്പോ നീ ഒരു 5-6 തേങ്ങയായിട്ട് വാ കേട്ടോ. കണ്ടില്ലേ, കൃഷ്ണനാ കൃഷ്ണൻ. ശരിക്കും ദൈവം തന്നെ. ദൈവമുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ ഇഷ്ടംപോലെ തേങ്ങയുണ്ട്. ഇത്തവണത്തെ ഓണം നമുക്ക് പൊടിക്കാം.